അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ. എല്ലാ ദിവസവും പാചകങ്ങളും ഒക്കെ അല്ലായിരുന്നു, പിന്നെ വേറെ അരിമ്പാറ് കളയാനുള്ളതും നരച്ച മുടി കറുപ്പിക്കാനുള്ളതും ഒക്കെ അല്ലേ. അപ്പൊ ഇന്ന് നമുക്കൊരു ബ്യൂട്ടി ടിപ്സ് ഇടാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആകാനും ഫേസിലുള്ള റിങ്കിൾസ് ഒക്കെ മാറാനും നമ്മുടെ മെലാസ്മയൊക്കെ ഒരു പരിധി വരെ തടയാനും ഒക്കെ നല്ല ഒരു അടിപൊളി ടിപ്പാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ ഗ്ലിസറിൻ കൊണ്ടുള്ള കാര്യമാണ് പറയുന്നത്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മുടെ സോപ്പ് അങ്ങനെയുള്ള സൗന്ദര്യ വർദ്ധക വസ്തുക്കളിലൊക്കെ ഇത് ചേർക്കാറുണ്ട്. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ഗ്ലിസറിൻ. അപ്പൊ ഗ്ലിസറിൻ മാത്രമല്ല, ഗ്ലിസറിന്റെ കൂടെ എന്തെല്ലാമാണ് ചേർക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക, എന്നിട്ട് മാത്രം ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പിന്നെ നിങ്ങൾ വന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കും, മനസ്സിലാകും. അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഈ ഗ്ലിസറിൻ ഉണ്ടല്ലോ, ഈ ഗ്ലിസറിൻ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടിപ്പ് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു തരാം ഞാന്. അപ്പം അത് നിങ്ങൾ ഇതിൽ പറയുന്ന പോലെ തന്നെ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന്റെ മാറ്റം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. ഓണാക്കിയല്ലേ, എല്ലാവർക്കും വെളുത്ത് നല്ല സുന്ദരികളൊക്കെ ആകേണ്ടേ. അപ്പൊ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അതുപോലെ ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യത്തെ കാര്യത്തിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 സ്പൂൺ ഗ്ലിസറിൻ എടുക്കുക. അതിന്റെ കൂടെ 2 സ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ പഞ്ഞിയോ എടുത്തിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് ഒരു ശക്കലം കഴിയുന്ന ഉടനെ തന്നെ നമ്മള് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മുടെ ഫേസ് ഒന്ന് കഴുകുക. അപ്പൊ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ല മാറ്റമാണ് കിട്ടുന്നത്. അപ്പം ഇത് നമ്മളെ ക്ലെൻസിങ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഫേസ് വൃത്തിയാക്കാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം. അത് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനും കൂടെ ഉപയോഗിക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇപ്പം പറഞ്ഞ ഗ്ലിസറിനും ഇതിനകത്ത് വേണ്ടത് ഗ്ലിസറിന്, അരിപ്പൊടിയ്, തൈര്, ഈ 3 സാധനങ്ങളാണ് വേണ്ടത്. അപ്പം ഈ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കടലമാവും യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പം ഇത് എടുക്കേണ്ട അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇത് ഇച്ചിരി ഏതെങ്കിലുമൊക്കെ ഇച്ചിരി കൂടി പോയെന്നോർത്ത് കുഴപ്പമില്ല. ഗ്ലിസറിൻ അധികം ഒഴിക്കേണ്ട, ഗ്ലിസറിൻ കുറച്ച് അത് കുഴയാനുള്ള തൈരുണ്ടല്ലോ. അപ്പൊ ഗ്ലിസറിന് 1 സ്പൂൺ വെള്ളം അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അരിപ്പൊടി എടുക്കുന്നവർ അരിപ്പൊടി, കടലമാവ് എടുക്കുന്നവർ കടലമാവ്, അതനുസരിച്ച് നമ്മുടെ ഫേസിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് അതനുസരിച്ച് എടുത്തിട്ട് തൈരും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഫേസിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇട്ട് കൊടുക്കുക. കഴുത്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിലും ചെയ്യാം. അപ്പൊ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രബും കൂടെ ചെയ്ത് കൊടുക്കുക. സ്ക്രബും കൂടെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറുകയും ചെയ്യും. ഇത് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ പാക്ക് മുഖത്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇരിക്കുക. അതിനുശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോഴും ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു കാര്യം പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലിസറിനും അലോവേര ജെല്ലും വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റുമാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പം അലോവേര ജെല്ല് നമ്മൾ കടയിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ. അപ്പം അതെടുക്കുക. പിന്നെ ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റിലേക്ക് പൊട്ടിച്ചെടുക്കുക, ഡ്രോപ്സ് ആയിട്ടല്ലേ, അത് പൊട്ടിച്ചൊഴിക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ചേർക്കുന്നത് അലോവേര ജെല്ല്, ഗ്ലിസറിന്, വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്.
ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇത് പുരട്ടി കൊടുക്കുക. ഇത് പുരട്ടി കൊടുക്കുമ്പോൾ വൈകുന്നേരം പുരട്ടി കൊടുക്കുക. വൈകുന്നേരം പുരട്ടി കൊടുത്തിട്ട് ഫേസ് കഴുകേണ്ട ആവശ്യമില്ല. അതും വെച്ചിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. പിറ്റേ ദിവസം രാവിലെ നിങ്ങളത് കഴുകിക്കളഞ്ഞാൽ മതിയാകും. 3 ദിവസം ഈ കാര്യങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഈ 3 ദിവസം കൊണ്ട് റിങ്കിൾസ് എല്ലാം മാറി, കരിവാൾപ്പെല്ലാം മാറി, മെലാസ്മ ചെറിയ തോതിലൊക്കെ ഉള്ളവർക്ക് അത് ഫുള്ളായിട്ട് മാറും. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 3 ദിവസം മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കും. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പം ഫേസ് എപ്പോഴും നമ്മൾ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് നമ്മുടെ ഗ്ലിസറിന് സൗന്ദര്യത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് ഗ്ലിസറിന്. അപ്പം ഇതിനകത്ത് ചേർക്കുന്ന എല്ലാം നല്ല സാധനങ്ങളാണ്. അതുപോലെ അരിപ്പൊടിയാണെങ്കിലും തൈരാണെങ്കിലും വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ്, പിന്നെ അലോവേര ജെൽ, ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും ചെയ്തില്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്ലിസറിനും അലോവേര ജെല്ലും വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖം ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് കിടന്നുറങ്ങിക്കോന്നേ. പിറ്റേ ദിവസം രാവിലെ കഴുകി കളഞ്ഞാൽ മതി. 3 ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉറപ്പാണ്. 3 ദിവസം മാത്രം ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ഇരിക്കാനല്ല പറഞ്ഞത്. തുടർന്നുള്ള ദിവസങ്ങളിലും അത് ചെയ്യുക. അതിനൊരു കുഴപ്പമില്ല. നല്ല റിസൾട്ട് കിട്ടും ഈ ഗ്ലിസറിൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ എല്ലാവർക്കും? അല്ലാണ്ട് ഇതൊന്നും ഒരു ദോഷമുള്ളതല്ല, ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതല്ല. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.